നമസ്കാരം. SSLC മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 14ലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നിങ്ങളെല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ മലയാളം മീഡിയം വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ സെപ്പറേറ്റ് ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോയിലേക്കുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ചുവടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ യൂട്യൂബിൽ ഡയറക്റ്റ് ആയിക്കൊണ്ട് SSLC മാത്സ് ML പേജ് 14 ക്വസ്റ്റ്യൻ 2 എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. അരിത്തമാറ്റിക് സീക്വൻസ് എന്ന പാഠത്തിലെ പേജ് നമ്പർ 14ലെ ക്വസ്റ്റ്യൻ നമ്പർ 2. ഞാൻ ചോദ്യം വായിക്കാം. ഫോർ ദി സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ് സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, write the algebraic expressions for the sequence of the sums of interior angles, the sums of the exterior angles, the measures of an interior angles and the measures of an exterior angle. ചോദ്യം വളരെ സിമ്പിൾ ആണ്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ എന്നിങ്ങനെ പോകുന്ന റെഗുലർ പോളിഗൺസിൻ്റെ സീക്വൻസിലെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ സീക്വൻസും എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ സീക്വൻസും അതുപോലെ വൺ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സീക്വൻസും വൺ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സീക്വൻസും കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇവിടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പേജ് നമ്പർ 10ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിക്കൊണ്ട് എങ്ങനെയാണ് പോളിഗൺസുമായി ബന്ധപ്പെട്ട ഈ 4 സീക്വൻസും കണ്ടുപിടിക്കുക എന്ന് വിശദീകരിച്ചതാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ പേജ് നമ്പർ 14ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ വീഡിയോയിൽ ഒരു സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളായി പെട്ടെന്ന് തന്നെ എഴുതി പോകാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ഒരു ചിത്രം കാണിക്കാം. ഇത് പേജ് നമ്പർ 10ലെ ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ വീഡിയോയിൽ നിന്നും ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചതാണ്. ഈ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ ടേബിളിൽ നോക്കുക. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് 3 ആണ്, സ്ക്വയറിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് 4 ആണ്, അതുപോലെ റെഗുലർ പെൻറ്റഗണിൻ്റെത് 5, റെഗുലർ ഹെക്സഗണിൻ്റെ 6. അതുകൊണ്ട് പോളിഗൺസിൻ്റെ സീക്വൻസിലെ നമ്പർ ഓഫ് സൈഡ്സ് ഡിനോട്ട് ചെയ്യുന്ന നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത് 3, 4, 5, 6 എക്സെട്ര ആണ്. അതേപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ വരുന്നത് 180 ഡിഗ്രി ആണ്. അതുപോലെ സ്ക്വയറിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ 360 ഡിഗ്രി ആണ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നും അതിൻ്റെ ഫോർമുലയും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ റെഗുലർ പെൻറ്റഗൺ വരുമ്പോൾ 540 വരും, റെഗുലർ ഹെക്സഗൺ വരുമ്പോൾ 720 വരും. അതുകൊണ്ട് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സീക്വൻസ് 180, 360, 440, 720, എക്സെട്ര. അതേപോലെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് വരുന്നത് 360, 360, 360, 360, എക്സെട്ര. അവിടെ ഞാൻ പറഞ്ഞിരുന്നു, ഏതൊരു പോളിഗണിൻ്റെയും റെഗുലർ ആവട്ടെ റെഗുലർ അല്ലാത്തതാവട്ടെ എങ്ങനെയായാലും പോളിഗണിൻ്റെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ വരിക 360 ഡിഗ്രി ആയിരിക്കും. ഇനി ചുവടെ 1 ഇൻറ്റീരിയർ ആംഗിൾ വരുമ്പോൾ നമുക്കറിയാം 1 ഇൻറ്റീരിയർ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇതെങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്? നമുക്കറിയാം സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ആയിട്ടുള്ള 180 ഡിഗ്രിയെ നമ്പർ ഓഫ് ആംഗിൾസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് 60 ഡിഗ്രി കിട്ടിയത്. അതേപോലെ സ്ക്വയർ വരുമ്പോൾ സം ഓഫ് ആംഗിൾസ് 360 ഡിഗ്രിയാണ്, നമ്പർ ഓഫ് ആംഗിൾസ് 4 ആണ്. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റീരിയർ ആംഗിൾ 90 ഡിഗ്രി എന്ന് കിട്ടും. അതുപോലെ റെഗുലർ പെൻറ്റഗണിൽ 540 ആണ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ. ഒരു ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ 540 നമുക്ക് നമ്പർ ഓഫ് ആംഗിൾസ് ആയിട്ടുള്ള 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 108 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ റെഗുലർ പോളിഗൺസിൻ്റെ 1 ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സീക്വൻസ് എന്ന് പറയുമ്പോൾ 60, 90, 108, 120 ഡിഗ്രി അങ്ങനെ പോകും. ഇനി അവസാനം 1 എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിളിനെ നമുക്ക് നമ്പർ ഓഫ് ആംഗിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരുമ്പോൾ അത് 360/3 ആയിരിക്കും. സ്ക്വയർ വരുമ്പോൾ അത് 360/4 ആയിരിക്കും, 90 ഡിഗ്രി. അതുപോലെ റെഗുലർ പെൻറ്റഗൺ വരുമ്പോൾ 360/5 ആയിരിക്കും. ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 72. അങ്ങനെ നമ്മുടെ സീക്വൻസ് 120, 90, 72, 60, എക്സെട്ര. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് ഈ ഫസ്റ്റ് സീക്വൻസ് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഈ 4 സീക്വൻസുകളുടെയും ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഈ 4 സീക്വൻസുകളും ഞാനിവിടെ ഒരു പുതിയ പേജിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ മൂന്നാമത്തെയും നാലാമത്തെയും സീക്വൻസുകൾക്ക് നിങ്ങൾക്കൊരു വ്യത്യാസം കാണാം. ഇതൊന്നുമില്ല,
ഈ പുറകിലെ പിക്ചറിലുള്ള അതേ സീക്വൻസ് എന്നാണ്. അതായത് ഇവിടെ 1 ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സീക്വൻസ് 60, 90, 108, 120 ഡിഗ്രി എന്നുള്ളതിൽ ഫസ്റ്റ് ടേം 60 എങ്ങനെയായിരുന്നു കിട്ടിയതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ആയിട്ടുള്ള 180യെ നമ്പർ ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ആയിട്ടുള്ള 3 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് 60 കിട്ടിയത്. അത് തന്നെയാണ് ഞാനിവിടെ പുതിയ പേജിൽ എഴുതിയിട്ടുള്ളത് 180/3. ഇത് ഏറ്റവും ചെറിയ രൂപത്തിൽ എടുക്കുന്നില്ല. അതെന്തുകൊണ്ടെന്നാൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ ഈ രീതിയിൽ എഴുതുന്നതാണ് നല്ലത്. അതുപോലെ സെക്കൻഡ് ടേം 90 കിട്ടിയത് സ്ക്വയറിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ആയിട്ടുള്ള 360യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താണ്. അതുപോലെ 540/5 ആണ് 108. ഓക്കെ, അപ്പോൾ നമ്മുടെ സീക്വൻസ് ഇങ്ങനെ വരും. ഈ രീതിയിൽ എഴുതുന്നതാണ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ നല്ലത്. അതേപോലെ തന്നെ നാലാമത്തെ സീക്വൻസും 360/3 ആണ് 120 ഡിഗ്രി, 360/4 ആണ് 90 ഡിഗ്രി, 360/5 ആണ് 72 ഡിഗ്രി. അതായത് ഈ രണ്ട് സീക്വൻസും സെയിം ആണ്. എന്തിനാണ് ഇങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചാൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ എഴുതി. ഇപ്പോൾ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. നമുക്ക് 4 സീക്വൻസുകളും കിട്ടി. ഇനി ഈ ഓരോ സീക്വൻസുകളുടെയും ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം, ഈ ചോദ്യത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൻ്റെ വീഡിയോയിൽ, അതായത് പേജ് നമ്പർ 14ലെ ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിരുന്നു. അതിലൊരു പിക്ചർ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. ഈ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ ടേബിളിൽ കുറച്ച് സീക്വൻസുകളുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ നമുക്ക് കാണാം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആയിട്ടുള്ള 1, 2, 3, 4 എക്സെട്രയിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ വരുന്നത് xn = n. ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആയിട്ടുള്ള 2, 4, 6, 8 എക്സെട്രയിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ xn = 2n. അതുപോലെ 5ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ xn = 5n. 10ൻ്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ xn = 10n. 100ൻ്റെ മൾട്ടിപ്പിൾസ് വരുമ്പോൾ xn = 100n. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തായിരുന്നെന്ന് വെച്ചാൽ, ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾസിൻ്റെ സീക്വൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആയിരിക്കും. അതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ വരിക ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസിനെ പ്ലേസ് വാല്യൂ ആയിട്ടുള്ള n കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതായത് xn = കോമൺ ഡിഫറൻസ് ഇൻറ്റു n എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഈ ഐഡിയ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ വരുന്ന ഫസ്റ്റ് സീക്വൻസ് ആയിട്ടുള്ള സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് പെട്ടെന്ന് എഴുതാം. നമുക്ക് എഴുതി നോക്കാം. xn = ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം 180 ഡിഗ്രി ആണ് അല്ലേ. 180 + 180 ആണ് 360, 360 + 180 ആണ് 540. അതുകൊണ്ട് xn = 180n. ഓക്കെ, വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് ഫസ്റ്റ് സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ സീക്വൻസ് ആയിട്ടുള്ള സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സീക്വൻസ് നോക്കാം. സീക്വൻസ് ഇങ്ങനെയാണ് 360, 360, 360, എക്സെട്ര. ഈ സീക്വൻസിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇതൊരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. അതുപോലെ പേജ് 10ലെ ക്വസ്റ്റ്യൻ 2 വിശദീകരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ രീതിയിൽ വരുന്ന സീക്വൻസുകളെല്ലാം അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അവയുടെ കോമൺ ഡിഫറൻസ് 0 ആണ്. ഇവിടെ ഇത്തരം കോൺസ്റ്റൻറ്റ് സീക്വൻസുകളുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമ്മൾ എഴുതാറുള്ളത് xn = ആ സീക്വൻസിൽ വരുന്ന ടേം. അതായത് ഈ സീക്വൻസിൽ 360 ആണ്, അതുകൊണ്ട് xn = 360. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അരിത്തമാറ്റിക് സീക്വൻസുകളുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻസുകളുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് xn = an + b രൂപത്തിലായിരിക്കും. അവിടെ a എന്ന് പറഞ്ഞാൽ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ആണ്. അതുപോലെ b ഒരു കോൺസ്റ്റൻറ്റ് ടേം ആണ്. ഇവിടെ ഈ ഫസ്റ്റ് സീക്വൻസിൽ ബിയുടെ വില 0 ആയിരുന്നു. അതിൻ്റെ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് ഈ ഫസ്റ്റ് സീക്വൻസ് തുടങ്ങുന്നത് കോമൺ ഡിഫറൻസിൽ തന്നെയാണ്. 180ൽ തുടങ്ങി 180 തന്നെ കോമൺ ഡിഫറൻസ് ആയാണ് വരുന്നത്. അതുകൊണ്ട് b 0 ആണ്. ഇനി രണ്ടാമത്തെ സീക്വൻസ് വരുമ്പോൾ ഇവിടെ നമുക്കറിയാം കോമൺ ഡിഫറൻസ് 0 ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് xn = an + b എന്നുള്ളതിൽ anൻ്റെ വില 0 ആയി പോകും. എന്തുകൊണ്ടെന്നാൽ 0 ഗുണിക്കണം n എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. അതുകൊണ്ട് നമുക്ക് b മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ b എന്ന് പറയുന്നത് ആ സീക്വൻസിലെ ടേമായ 360. ഓക്കെ, ഇനി നമുക്ക് തേർഡ് സീക്വൻസ് നോക്കാം. അതായത് മെഷർ ഓഫ് 1 ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സീക്വൻസ്. ഇവിടെ ഈ സീക്വൻസിൻ്റെ ന്യൂമറേറ്ററുകൾ ശ്രദ്ധിക്കുക. 180, 360, 540, എക്സെട്ര. അതായത് നമ്മൾ ഈ ഫസ്റ്റ് എഴുതിയിട്ടുള്ള സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ അതേ സീക്വൻസ് ആണ് അല്ലേ.
അതുകൊണ്ട് ഇതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ വരിക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ xn is equal to എന്ന് എഴുതിയതിനു ശേഷം ഇവിടെ നമുക്ക് ഒരു ന്യൂമറേറ്ററും ഉണ്ടാവും ഒരു ഡിനോമിനേറ്ററും ഉണ്ടാവും. ഈ ന്യൂമറേറ്ററിൽ നമ്മുടെ സീക്വൻസിലെ ടേംസിൻ്റെ ന്യൂമറേറ്ററായി വരുന്നതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ, അതായത് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആയിട്ടുള്ള xn is equal to 180n. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ ന്യൂമറേറ്ററായി കിട്ടുക. അതുപോലെ ഡിനോമിനേറ്ററിൽ വരിക എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ സീക്വൻസിലെ ഡിനോമിനേറ്റേഴ്സ് ആയി വരുന്ന 3, 4, 5, 6 എക്സെട്ര എന്ന് പോകുന്ന സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്തായിരിക്കും അത്? വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. n+2 അല്ലേ? ഇവിടെ നോക്കൂ, ഫസ്റ്റ് ടേം 3 വന്നത് n1 ആകുമ്പോൾ 1+2 3. അതുപോലെ രണ്ടാമത്തെ ടേം 4 വന്നത് സെക്കൻഡ് ടേം ആയതുകൊണ്ട് n2 ആണ്. 2+2 വരുമ്പോൾ 4. ഇനി തേർഡ് ടേം വരുമ്പോൾ 3+2 5. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിനോമിനേറ്ററിലെ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ വരുന്നത് n+2. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷർ ഓഫ് 1 ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആയി കിട്ടുന്നത് xn is equal to 180n/n+2. ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്, അതായത് മെഷർ ഓഫ് 1 എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇവിടെയും മുകളിലെ സീക്വൻസ് പോലെ തന്നെ xn is equal to ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററും ഉണ്ടാവും. ന്യൂമറേറ്റർ ശ്രദ്ധിക്കുക, 360 360 360, അതായത് സെക്കൻഡ് സീക്വൻസിന് ഈക്വൽ ആണ്. സെക്കൻഡ് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് xn is equal to 360. അപ്പോൾ ഇവിടെയും ന്യൂമറേറ്ററിൽ നമുക്ക് 360 എന്ന് എഴുതാം. ഇനി ഡിനോമിനേറ്റർ ശ്രദ്ധിക്കുക, ഇത് 3, 4, 5, 6 എക്സെട്ര, അതായത് തേർഡ് സീക്വൻസിലെ ഡിനോമിനേറ്ററിൻ്റെ സീക്വൻസിന് സെയിം ആണ്. അതുകൊണ്ട് നേരത്തെ നമ്മൾ എഴുതി വെച്ചു തേർഡ് സീക്വൻസിൻ്റെ ഡിനോമിനേറ്റർ വരുന്നത് n+2 ആണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നമുക്ക് n+2 എന്ന് എഴുതാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നാലാമത്തെ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ കിട്ടി. xn is equal to 360/n+2. ഇപ്പോൾ നമ്മുടെ 4 സീക്വൻസുകളുടെയും ആൾജിബ്രൈക് എക്സ്പ്രഷൻ കിട്ടി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ നോക്കൂ, ഈ മൂന്നാമത്തെയും നാലാമത്തെയും സീക്വൻസുകളുടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ വരുന്നത് ഒരു ഫ്രാക്ഷൻ രീതിയിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവ രണ്ടും ഒരിക്കലും അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, അരിത്തമാറ്റിക് സീക്വൻസുകളുടെ ജനറൽ ഫോം നമുക്കറിയാം xn is equal to an+b എന്ന ഫോമില. ഓക്കെ, അതുകൊണ്ട് ഇവ രണ്ടും ഒരിക്കലും അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ഇത് നമുക്ക് ആ സീക്വൻസിലെ ടേംസ് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ഈ പിക്ചർ ശ്രദ്ധിക്കുക, 60, 90, 108, 120 എക്സെട്ര. ഇതിൽ നിങ്ങൾ പരിശോധിക്കുക കോമൺ ഡിഫറൻസ് ഉണ്ടോ ഇല്ലേ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ചുവടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അയച്ചു തരിക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ചോദ്യമായി വീണ്ടും കാണാം. See you next time. Bye.